അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടേ. TV19 കേരള എന്ന് പറയുന്നത് അവർ പൊതുവെ മാധ്യമപ്രവർത്തനം എന്ന ജനങ്ങൾക്കൊരു ഉപകാരമാകുന്ന രീതിക്കാണ് അവരെപ്പോഴും ചെയ്യുന്നത്. ഈ എറണാകുളത്ത് വൈറ്റില, എടപ്പള്ളി, ലുലുമാളിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ ഈ സിഗ്നലിൽ വണ്ടിയായിട്ട് കിടക്കുമ്പോൾ ഒത്തിരി നാടോടികളിങ്ങനെ ഓരോ സാധനം വിൽക്കാനും എടുക്കാനും ഒക്കെ വരും. നമ്മൾ അവരോട് ചിലപ്പോൾ മേടിക്കും, ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു വിടും. പക്ഷേ ഈ ചാനലുകാരൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവന്മാരുടെ കയ്യിൽ കുഞ്ഞു കുട്ടികളുണ്ട്. ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട് വലിയ കരിം വെയിലത്ത് പൊള്ളുന്ന ചൂടിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നുണ്ട്. എവിടെയോ ഒന്ന് ഇരിക്കുമോ തണലത്ത്. നമ്മുടെ കൊച്ചുങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതുങ്ങളെ വെയിൽ കൊള്ളിക്കാതെ തണലത്തോട്ട് മാറ്റി നിർത്തുമോ ഒക്കെ ചെയ്യുമല്ലോ. സ്വന്തം രക്തമാകുമ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഇവന്മാർ പോയി ചായ കുടിക്കുകയും ജ്യൂസ് കുടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊന്നും മേടിച്ച് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഈ ചാനലുടമ പുള്ളി മാധ്യമപ്രവർത്തകമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് പുള്ളിയുടെ ചാനൽ വഴി. അപ്പോൾ അന്ന് അവന്മാരുടെ പുറകെ ഓടിയപ്പോൾ പെട്ടെന്ന് ഇവരെ വാച്ച് ചെയ്യുന്നതൊക്കെ അവർ പെട്ടെന്ന് മനസ്സിലാക്കും. ഓടി മറഞ്ഞു പോയി, കിട്ടിയില്ല അവരെയൊന്നും. അവരെ വാച്ച് ചെയ്യുന്ന കണ്ടപ്പോഴേ മാറി. സ്വന്തം കുഞ്ഞുങ്ങളല്ല, എവിടെന്നേലും കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോഴേ മുൻവശത്തെ പല്ല് പ്ലെയർ ഉപയോഗിച്ച് ഒറ്റ പറിക്കുകയെന്നാണ് പറയുന്നത്. പറിച്ച് മുടിയും വെട്ടി ചീഞ്ഞ ഡ്രസ്സും എടുത്തിടിച്ച് പെറ്റ തള്ള കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിലേക്ക് കുഞ്ഞുങ്ങളെ മാറ്റും. ഇവിടെ വന്ന് കിടക്കുന്ന ഇതിങ്ങൾക്ക് 500 രൂപ വരെയും ഭിക്ഷ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പൈസയുള്ളവരാണല്ലോ കേരളത്തിലുള്ളവർ. അപ്പോൾ കൊടുക്കുന്നവരുണ്ട്. ആ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകാനും ഒരുങ്ങുന്നത്. പണ്ട് തൊട്ട് എൻ്റെ വരെയും ചെറുപ്പം തൊട്ട് ഈ പിള്ളേരെ പിടുത്തക്കാർ യാചകർ വരും. വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നാൽ കഥ അടച്ചിരിക്കണം, ആരും വിളിച്ചാൽ പോകരുത്. നമ്മുടെ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്ന ആ അവസ്ഥയ്ക്ക് ഇപ്പോഴും മാറ്റമില്ല. ഇവിടെ എത്രയോ പിള്ളേരെയാണ് കാണാതെ. നമ്മുടെ രാഹുൽ, പിന്നെ കാഞ്ഞിരപ്പള്ളിയിലൊരു കൊച്ചിൻ്റെ കാര്യം ഞാൻ എന്നും മറക്കാതെ ഓർക്കുക. അതിൻ്റെ ഉമ്മ മുറ്റത്ത് നിർത്തിയിട്ട് അകത്തോട്ടൊന്ന് കയറിപ്പോയതാണ്. തിരിച്ചു വന്നപ്പോൾ അതിനെ കണ്ടില്ല. ഇന്ന് വരെ ഒരു വിവരവുമില്ല. അങ്ങനെ എത്ര കുട്ടികളെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുത്തി വന്ന് ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു. പക്ഷേ അവളെ കൈയോടെ ഈ TV19 കേരള എന്ന് പറയുന്ന ഈ ചാനലുകാരൻ പൊക്കി. എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി അവളെ അറസ്റ്റ് ചെയ്ത് പോലീസിൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞാൽ സ്വന്തം ജാമ്യത്തിൽ വിടാനുള്ള നിയമം, നമ്മുടെ നാട്ടിലെ നിയമം പിന്നെ അങ്ങനെയാണല്ലോ. അപ്പം അവളിരുന്ന് വെട്ടി വെളിച്ച് കരയുന്നൊക്കെയുണ്ട്. നല്ല ആരോഗ്യമുള്ളൊരു സ്ത്രീ. പക്ഷേ അത് ഇയാൾ മുൻകൈ എടുത്ത് പഞ്ചായത്ത് മെമ്പറേയും അവിടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം കൂട്ടി പെട്ടെന്ന് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇവളെ കണ്ടെത്തി. കല്ലൂർ മെട്രോ പില്ലറില്ലേ, പില്ലറിൻ്റെ അടിയിലാണ് ഇവരെല്ലാം വന്ന് കിടക്കുന്നത്. അവിടെ വന്ന് കണ്ടുപിടിച്ച്. കാരണം അവൾ ആ ഉടുത്തിരുന്ന സാരി തന്നെയാണ് ഉടുത്തിരുന്നത് അന്നാരും. എന്താണേലും പ്രയത്നിക്കണം. രാത്രി തൊട്ട് നോക്കിയിട്ട് 2 മണി 3 മണി ആയപ്പോഴാണ് പിടിക്കാൻ പറ്റിയത്. എത്ര പേര് വഴി സൈഡിൽ കിടക്കുന്നുണ്ട്. ഓരോരുത്തരെയും വാച്ച് ചെയ്ത് പിടിച്ച്. വലിയ സഹായമൊന്നും ആരുടെ കയ്യിൽ നിന്നും കിട്ടിയില്ല. ആ ഭാഗത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. എന്താണേലും അവളെ പിടിച്ച് പോലീസിന് കൊടുത്തു. ആ ഒരു വീഡിയോയാണിത്. ഇത് നമ്മൾ ഒന്നാമത് ആ ചാനലുകാരനെ പ്രശംസിക്കണം. അതിലുപരി ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ യാചകരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. അത് ആര് പറഞ്ഞാലും പക്ഷേ പിന്നെയും കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ അവൾ ആ വീട്ടിൽ CCTV വഴി ആ ഒരു യാചകയെ ഭിക്ഷാടനത്തിന് വന്നേ അവരെ ആ സ്ത്രീയെ ഒന്ന് കാണാം. കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യുന്ന വീടിന്റെ തൊട്ടടുത്ത് നിന്നും ഇവൾക്ക് ഭിക്ഷ ലഭിച്ചു. അത് കൃത്യമായി CC ക്യാമറയിൽ കാണാം. ഇവരുടെ വിജയം അതാണ്. ഇവർ കൈ നീട്ടിയാൽ ഇവർക്ക് പണമാണ്. അത് മലയാളികൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ വീഡിയോ ഉണ്ട്. അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ CC ക്യാമറ വീഡിയോ ഉണ്ട്. ഏത് വീട്ടിലും ചെന്ന് കൈ നീട്ടുമ്പോൾ എന്തേലും ആയിട്ടാ നമ്മുടെ മുന്നിൽ കൈ നീട്ടുന്ന അവസ്ഥയല്ലേ എന്നോർത്താണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അതൊരു അടവ് മാത്രമാണ്. അത് യാചിക്കുമെന്ന് പറഞ്ഞാൽ ആ പൈസയ്ക്ക് വേണ്ടിയൊന്നുമല്ല. പരിസരമൊക്കെ വീക്ഷിച്ച് എന്തെങ്കിലുമൊക്കെ നടക്കുമെങ്കിൽ നടക്കട്ടെ എന്നാണ്.
അപ്പോൾ അടുത്ത വീട്ടിൽ ഈ ഒരു സീനിന് ശേഷം അടുത്ത വീട്ടിൽ കയറിയപ്പം അടുത്ത വീടിൻ്റെ ഡോറ് അടച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഹാളിലായിട്ടൊരു കൊച്ചു മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഒരു 5.5 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച്. ആ കൊച്ചിന് മാത്രമേ കാണുള്ളൂ. അതിനെ ജനലിൽ കൂടെ ഇവൾ നോക്കുമ്പം ആ കൊച്ച് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ജനലിൽ കൂടെ വിളിച്ചിട്ട് അതിനെ വിളിച്ച് വരുത്തിയിട്ട് എങ്ങനെയും വാതിൽ കുറ്റിയടിപ്പിച്ചിട്ട് വാതിലിൽ കുറ്റിയിട്ടിരിക്കുകയാണ്. കുറ്റിയടിപ്പിച്ച് തട്ടിക്കൊണ്ട് പോകാനായിരിക്കും ശ്രമം തോന്നും. ആ കൊച്ചിനെ അങ്ങനെ വിളിച്ചപ്പം ആ കൊച്ച് ശരിക്കും നല്ലപോലെ പേടിച്ചു പോയി. അത് ഓടിച്ചെന്ന് അതിൻ്റെ അമ്മയും അതിൻ്റെ കുഞ്ഞാവയെ ഉറക്കാൻ വേണ്ടി അമ്മ റൂമിലുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയെ ഒരാൾ വന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞ് പേടിച്ച് ആ കൊച്ചു പിന്നെ പേടിച്ച് ഈ സ്ത്രീയുടെ ഈ നോട്ടവും ഭാവമൊക്കെ ഉണ്ട്. ആ കൊച്ചിന് പിന്നെ ടെൻഷൻ അടിച്ച് വോമിറ്റിങ് ഛർദിയെല്ലാം വന്ന് ഇരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അത്രയും പിള്ളേർ പേടിച്ചു പോയി. അപ്പോൾ അതിൻ്റെ അമ്മ പറയുന്നൊന്ന് കേൾക്കാം, ഈ സ്ത്രീ എന്താണ് ചെയ്യുന്നത്. അവർക്ക് ഇപ്പോഴും ആ സ്ത്രീയെ കണ്ടതിൻ്റെ കാരണം അവർ വാതിൽ തുറക്കുമ്പോൾ അവരെ മുട്ടുന്ന പോലെ വാതിക്കലോട് ചേർന്ന് ഈ സ്ത്രീ നിൽക്കുകയാണ്. മെയിൻ ഡോറ് നമ്മൾ തുറക്കുമ്പോൾ ഒരാളെ നമ്മളിങ്ങനെ വാതിൽ തുറക്കുന്നു. അപ്പോൾ നമ്മുടെ വാതിലിൽ നമ്മുടെ മുഖത്തോട്ട് ഇടിക്കാൻ വരുന്ന പോലെ ഒരാൾ നിന്നാലത്തെ ഭീകര രൂപിയായി ഒരുത്തി നിന്നാലത്തെ അവസ്ഥയോർത്ത് അവർക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല. വേറെ ഈ 2 വാതിൽ അടച്ചിട്ടാണ് കൊച്ചിനെ ഇരുത്തിയത്. കുറച്ചു നേരം ഈ വാതിൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ വാതിലാണോ? ഒന്ന് ഈ വാതിൽ, ഒന്ന് ആ അടുക്കളയുടെ വാതിൽ. ഈ ഹോളിലിരുത്തി. എന്നിട്ട് നിങ്ങൾ ഇവിടെ പോയി എന്റെ മുറിയിൽ കിടന്ന് കൊച്ചിനെ ഉറക്കും. കുഞ്ഞിനെ വാവേനെ ഉറക്കും. അത് വാതിൽ തുറന്നിട്ടുണ്ട്. അപ്പൊ അവള് പറഞ്ഞ അമ്മ വാതിൽ അടക്കണ്ട, എനിക്ക് പേടിയാവും, കുഞ്ഞാണല്ലോ. ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആള് ഓടി വന്നേക്കണേണ് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചോണ്ട്. അമ്മ അത് കരയണല്ല, വെപ്രാളം പിടിച്ചോണ്ടാണ് ഓടി വന്നേക്കണം. അമ്മ എനിക്ക് പേടിയാവണ്, ആരോ വന്നിട്ടുണ്ട് നേരെ മുറിയിലേക്ക് കയറി വന്നു. ഇവിടെ നോക്കിയപ്പോ ജനലിക്കേ കൂടി നോക്കിയപ്പോ ഒന്നും കാണുന്നില്ല. സാധാരണ പെട്ടെന്ന് വന്നപ്പോ ഈ ജനലിന്റെ കർട്ടൻ പൊക്കി വെച്ചേക്കുമായിരുന്നു, ഒരാളെയും കാണുന്നില്ല. ഇപ്പൊ വന്ന് വാതിൽ തുറന്ന് നോക്കിയാൽ കുറ്റിയിട്ടിട്ടാണ് പോയത്. ഈ ഫ്രണ്ടിൽ ഇത്രയും ഇപ്പൊ ഞങ്ങളുടെ ഒരു വീട്ടില് ഞങ്ങളുടെ വരാന്തയില് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് കയറേണ്ട എന്ത് അധികാരം. അപ്പൊ ഇത്രയും ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടില്ല. ലോക്ക് തുറന്നപ്പോ തൊട്ട് ഫ്രണ്ടില് നിക്കണേ കയറി നിക്കുവാണ്. ഞാൻ ഒരു കയ്യിലെ നല്ല എങ്ങനെ സൈസ് എങ്ങനെയുണ്ട്? സ്കെൽറ്റാണ് അവര്. ആ ഫോട്ടോ ഞാൻ കണ്ടു. ഒരു സാരിയുടെ ഇത് വെച്ചിട്ട് മറച്ചിരിക്കുകയാണോ അല്ലേ? ഇങ്ങനെ മറച്ചേക്കണം. തലയിൽ കൂടെ ഇങ്ങനെ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ മൂടുന്ന രീതിയിൽ അല്ലേ? അവര് സാധാരണ ഇവര് വന്ന ഇതൊക്കെ എടുക്കാൻ വന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ വളരെ ഇങ്ങനെ സംസാരിച്ച് കലപില. ഇവര് വളരെ കാമായിട്ട് നിൽക്കുന്ന ആളാണ്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും അത്. പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ നോക്കണം. തുറക്കുമ്പോ തന്നെ ഇവരെ കണ്ടപ്പോഴത്തേനും ഞാൻ ഒന്നുമില്ല പോകുന്ന മനെ വാലടച്ച് കുറ്റിയിട്ട് എന്നിട്ടാണ് ഹസ്ബൻഡിനെ വിളിച്ച് പറയുക. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ കൊച്ചകത്തായിരുന്നു, നിങ്ങൾ അകത്തുനിന്ന് ഡോർ കുറ്റിയിട്ടിട്ടാണ് കൊച്ചിനെ അകത്തിരുത്തിയിരിക്കുന്നത് അല്ലെ? കൊച്ചു തനിയെ കൊച്ചിന്റെ ഡോറിന് കുറ്റി എടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അത് അതിൽ കയറി കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്യാം. അവൾ അത് ചെയ്യണേന് പകരം ഓടി വന്നപ്പോ പെട്ടെന്ന് അവര് പോയല്ലോ. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം, എന്താണ് മോനെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴാണ് കൊച്ചു പറഞ്ഞ ആരോ വന്നിട്ട് എന്നെ ജനലിൽ കൂടി നോക്കി ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് കാണിക്കണം, ഇങ്ങോട്ട് വാ മോൻ ഇങ്ങോട്ട് വാ. ജനലിൽ കൂടെയാണ് ഇവര് ഇങ്ങനെ ശ്രമം നടത്തിയത്. അപ്പൊ കൊച്ചു ഓടി വന്നതുകൊണ്ട് എന്തോ സൗണ്ട് കേട്ടെന്ന്. ഇനി എനിക്കറിയില്ല. അവര് ലോക്ക് ഇങ്ങനെ ആ സൗണ്ട് കേട്ടിട്ടാണ് കൊച്ചു തിരിഞ്ഞു നോക്കിയത്. മോളിൽ കുറ്റിയിട്ടുന്നത് കൊണ്ട് ലോക്ക് ഒച്ച കേട്ടിട്ടാണ് എന്തോ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടില്ല ആദ്യം. രണ്ടാമതും പിന്നെയും നോക്കിയപ്പോഴാണ് ഇവിടെ നിന്ന് വിളിച്ച് ഇങ്ങനെ എന്തോ സൗണ്ട് ഉണ്ടാക്കി വിളിച്ചു കഴിഞ്ഞപ്പോ വാവാന്നും പറഞ്ഞ് വിളിച്ച് ജനലിന്റെ ഉള്ളിൽ കൂടെ വിളിച്ച്. കുഞ്ഞടുത്തേക്ക് വന്നപ്പോ ഇല്ല, ഓടി എൻ്റെ അടുത്തേക്ക് വന്നു, റൂമിലേക്ക് വന്നു. ഞാൻ ഏതായാലും അമ്മ പറഞ്ഞു കേട്ടോ, ഇവിടെ ഒരു പോയിന്റ് കിടപ്പുണ്ട് കേട്ടോ. അതൊരു പെങ്കൊച്ചാണ്. ആ കൊച്ച് പെങ്കൊച്ചായതുകൊണ്ടാണ് പേടിച്ച് ഒരാളിങ്ങനെ വിളിച്ചപ്പോൾ പേടി വന്നിട്ട് ആ കൊച്ച് പെൺകുട്ടികൾക്ക് പേടി കൂടുതലുണ്ട്. പേടിച്ച് അതിൻ്റെ അമ്മയുടെ അടുത്തോട്ടേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാറോ ജീപ്പോ കളിപ്പാട്ടമായിട്ട് എടുത്ത് കൈ പിടിച്ചിട്ട് ഒരു ആൺകൊച്ചിനെയാണ് വിളിക്കുന്നുണ്ടല്ലോ. അവൻ ആ ഒരു JCB ഇങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളില്ലേ, ഭയങ്കര ഭ്രമമാണ് ആൺകുട്ടികൾക്ക് അതിനോട്. അയ്യോ, ഒരു കാലത്ത് JCB, ഓട്ടോറിക്ഷ, കാറ് ഇതൊക്കെ എൻ്റെ മകനൊക്കെ എന്തോ ഒരു പ്രാന്ത് പോലത്തെ ഇഷ്ടമായിരുന്നു. അതൊക്കെ കാണിച്ചിട്ടാണ് ഒരാൾ ജനൽ വഴി വിളിക്കുന്നെങ്കിൽ ജനലെ കയറി അല്ല ഏത് വഴിക്ക് കയറി വേണേലും വാതിൽ തുറന്ന് വെളിയിലിറങ്ങും. ഇവരുടെയൊക്കെ കയ്യിലും ബാഗിലൊക്കെ ക്ലോറോഫിനോ അല്ലെ അതുപോലുള്ള എന്താണ് മയക്കേണ്ട സാധനങ്ങളൊക്കെ കാണുമായിരിക്കും. മയക്കെടുത്ത് നിന്ന് ഇപ്പം തോളത്തിട്ട് ഒരു കൊണ്ടുപോയുണ്ടല്ലോ, പിന്നെ പെട്രോൾ കണ്ടാൽ തിരിച്ചറിയില്ല, ആ ഒരു പരുവത്തിലാകും. ഇദ്ദേഹം ഈ അമ്മയോട് ഇത് ചോദിച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ എടുത്തായിരുന്നു കേട്ടോ. ആ ഭാഗം ഞാൻ റെക്കോർഡ് എടുത്തില്ലെന്നേ ഉള്ളൂ. ആ കൊച്ചിനെ എടുത്തിട്ട് പറയും, മോളൊന്നും പേടിക്കണ്ട, പഠിച്ചു മിടിക്കാതെ പേടിക്കണ്ട, പേടി കളഞ്ഞു. ആ കൊച്ചിന് ശക്തിയൊക്കെ വന്നു, പേടി കളഞ്ഞു, ഞാൻ പോയിട്ട് ആ മോളെ പേടിപ്പിച്ച് അവരെ പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നുണ പറഞ്ഞ കുഞ്ഞിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. അവരെ പിടിക്കാൻ പറ്റുമെന്നൊരു ഇതില്ലല്ലോ. ആ സ്ത്രീ
അതായത് ഈ പരിപാടിക്ക് വന്ന ആ നാടോടി സ്ത്രീയെ അവർ കരുതുന്നില്ല, അവർ സാരി പോലും മാറിയിട്ടില്ല കേട്ടോ. ഈ സാധാരണ നമ്മുടെ ഈ കല്ലൂരൊക്കെ പോകുന്ന വണ്ടിയിൽ ഈ മാല പൊട്ടിക്കാൻ ഇവിടങ്ങളിൽ ആൾക്കാരുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സാരി എടുത്തുകൊണ്ട് വന്നായിരിക്കും മാല പൊട്ടിക്കുന്നത്. പിന്നെ നമ്മൾ അടയാളമൊക്കെ പോലീസിനോട് പറഞ്ഞ് സാരിയൊക്കെ പറയുമ്പോൾ എന്താ പറ്റുമെന്നറിയാം, ഇവർ സാരി ചുറ്റിയിരിക്കുന്നത് ചുരിദാറിൻ്റെ പുറത്തോ ഒക്കെ ആയിരിക്കും. അത് നമ്മളറിയില്ല. ഇവർ വണ്ടിയിൽ നിന്ന് മാല പൊട്ടിച്ചിറങ്ങി നിമിഷങ്ങൾക്കകം സാരി പറിച്ച് ദൂരെ കളയും. പിന്നെ അവർ ചുടിദാറായിട്ടിരിക്കുന്നത് വേഷവേ ആകെ മാറും. പക്ഷേ നമ്മൾ ഈ മാല പൊട്ടിച്ച് ഇന്ന സ്ത്രീയാണെന്ന് സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേനും അവരുടെ വേഷം മാറിയിരിക്കും. പക്ഷേ ഇവിടെ ഈ സ്ത്രീക്ക് വേഷം ഒന്നും മാറാൻ അവസരം കിട്ടില്ല. കാരണം ഇങ്ങനെ ഒരു സംശയം വരുമെന്ന് ചില ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ല. അതാണ്. അപ്പോൾ ഇവർ പിന്നെ ഇറങ്ങി അങ്ങോട്ട് അന്വേഷിച്ച് കേട്ടോ. അപ്പോൾ കലൂർക്കും എല്ലാം അന്വേഷിച്ച് പോകുന്നതാണ് നമുക്ക് ഇനി കാണാനുള്ളത്. ആളുകളുണ്ട്, അവരാണെന്ന് എന്തെങ്കിലും തോന്നുന്നു, സംശയം ഉണ്ടോ? നമുക്ക് നോക്കിയാലോ. മോനേടാ ഒരു 2 മിനിറ്റ് വരാമോ? 2 മിനിറ്റ് വരാമോ? ആരും സഹകരിക്കണല്ലോ. നോക്ക് എന്താ ഇവിടെ കിടക്കണേ? പൂ ബിസിനസ്സാ? നിങ്ങൾ തമിഴാ? ഓക്കെ ഓക്കെ. ഇവരാ പൂ ബിസിനസ്സാ? ഇവരെ തിരിയുമാ? പാത്തിருக்கா? ഇവരെ പാത്തിருக்கா? பார்க்கவே தெரியாது. நீங்கள் அவரை பார்க்கவே இல்லை. ஏதாவது எங்கேயாவது பார்த்துருச்சுன்னா அப்போதே போலீஸில் கூப்பிடணும். ഓക്കെ. അവരോട് പോയി പാത്തിരിക്കാന്നൊക്കെ ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ കണ്ടാൽ തന്നെ അവർ പോലീസിനെ അറിയിക്കുമോ? ഒരു കാരണവശാലും അതുണ്ടാവില്ല. പിന്നെ ഇവർ അടുത്ത ആളെ തേടി പോകുന്നു. ഫുട്പാത്തിൽ കൂടെ ആട്ടോ, മെട്രോ പില്ലറിൻ്റെ താഴെയാണ് ഇങ്ങനെ തേടുന്നത്. ഇവരെ കിടന്നുറങ്ങുന്ന അവിടെയല്ലേ. അപ്പോൾ ശരിക്കും അവരെ കണ്ടെത്തി കേട്ടോ. അത് കാണാം. ചേട്ടാ, ബംഗാളികളായിട്ടുള്ള നാടോടികളായിട്ടുള്ള ആരെങ്കിലും ഇവിടെ എവിടെയെങ്കിലും തപ്പടിച്ചിട്ടുണ്ടോ? കലൂർ മെട്രോ സ്റ്റേഷനിലെ അടിയിലെ കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഞെട്ടിച്ചു. 100 കണക്കിന് ആളുകളാണ് മീഡിയയിൽ കിടന്നുറങ്ങുന്നത്. അവർക്കിടയിൽ അതാ കൃത്യമായി പച്ചസാരി ഉടുത്ത ആ സ്ത്രീ. ഞങ്ങളെ കണ്ട മാത്രയിൽ അവർ മുഖം മറയ്ക്കുവാൻ ശ്രമിച്ചു. പിന്നെ അവരുടെ കറുത്ത മുഷിഞ്ഞ ബ്ലാങ്കറ്റ് എടുത്ത് അടപടലെ മൂടിക്കിടന്നു അവർ, ഒന്നും അറിയാത്തതുപോലെ. അതെ, ഹലോ ആ മൗത്തുനിന്ന് ആ തുണിന്ന് മാറ്റിക്ക്. അവരെ വിളിച്ചു. ഇവരിപ്പം നമ്മളെ കണ്ടപ്പോൾ പുതച്ചു മൂടി കിടക്കാണ്. ഇപ്പം ഞങ്ങളെ കണ്ടപ്പോൾ പുതച്ചു മൂടി കിടക്കുന്നതാണ്. ഇവരെ വിളിച്ച് ഒന്ന് എഴുന്നേറ്റ്. ഇവരാണോ? നീ നിന്ന് ഇവരാണോ? നോക്കി ഇവരാണോ നോക്കി. ഒന്ന് എഴുന്നേക്ക്. ഒരു മുഖത്തിന് പിടിയിൽ പാടണ്ട. ഇവർ തന്നെയാണോ ഇത്? കൂട്ടി ഈ പുതപ്പൊന്ന് മാറ്റിക്ക്, ഈ ബ്ലാങ്കറ്റ് മാറ്റിക്ക്. ഇവർ തന്നെയാണല്ലേ? ആളെ കിട്ടി കേട്ടോ. നമുക്ക് 112 വിളിക്കാമേ. വെയിറ്റ്. ഒന്ന് ബാ. ഇവരിവിടല്ലേ ഒന്നുകൂടെ നിന്നു. ഇവരിവിടല്ലേ, ഇത്രയും പേര് വിടല്ലേ. ഇന്ന് ഒരു കൊച്ചിനെ അടിച്ചോണ്ട് പോകാൻ നോക്കി. അത് ഇവരാണ്. ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓക്കെ. ഇന്നൊരു കൊച്ചിനെ അടിച്ചോണ്ട് പോകാൻ നോക്കി. ആ സ്ത്രീനെ ഞങ്ങൾ ഇപ്പോൾ ജഡ്ജ് ചെയ്ത് കണ്ടുപിടിച്ചേ. ആ സ്ത്രീ കലൂര് പാലത്തിനടിയിൽ. പെട്ടെന്ന് പോലീസിനോട് ഇങ്ങോട്ട് വരാൻ പറയാമോ? അപ്പോൾ അവരെ അങ്ങനെ കണ്ടുപിടിച്ചു. യഥാർത്ഥത്തിൽ അവർ ആ സാരി ഒന്നും മാറിയിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ സംശയം ഇല്ലാത്തതുകൊണ്ട്, അല്ലേ ഡ്രസ്സൊക്കെ മാറിയേ. പിന്നെ ഇതൊരു ഡോസാണ് ഇവന്മാർക്കും ഉള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ പോലീസുകാരല്ല, അത് നാട്ടുകാരാണ്. ഇത് ആ കൊച്ചിൻ്റെ ഭാഗത്തെ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഒക്കെയാണ്. പിന്നെ ഈ ചാനലിൻ്റെ ഉടമസ്ഥനുമാണ്. അപ്പം നാട്ടുകാരായിട്ട് നിൽക്കുന്നവർ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ പോലീസിലാക്കിയെന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു പുതിയ അനുഭവമായിരിക്കും അവർക്ക് സാധാരണഗതി ഇങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല. ഇവിടെ എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കി അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കുന്നുള്ള ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു മരണം നടന്നാൽ പോലും അറിയാത്ത രീതിയിൽ എറണാകുളത്തെയൊക്കെ രീതി കേട്ടോ. ഗ്രാമപ്രദേശം എൻ്റെയൊക്കെ വീടിൻ്റെ ഭാഗത്ത് അങ്ങനെയല്ല. ഇവിടെ എറണാകുളത്ത് ശരിക്കും ഒരു മരണം നടന്നാൽ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ജനലിൽ കൂടെ ഒരു ദിവസം നോക്കുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് വീട്ടിൽ കഥ തുറന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ മരിച്ചിട്ട് കിടക്കുമ്പം ഈ നമ്മുടെ കാല് തമ്മിൽ കൂട്ടിക്കെട്ടിയിടുകയല്ലേ. ഞാൻ നോക്കിയപ്പോൾ തറയിൽ ഒരാളുടെ കാല് തമ്മിൽ കൂട്ടിക്കെട്ടി. അപ്പോൾ അവിടെ വയസ്സായ ആളുണ്ടെന്ന് എനിക്കറിയാം. കൂട്ടി കെട്ടിയിട്ടിരിക്കുന്നു. ഒന്ന് നോക്കിക്കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് മരിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ വെറും തറയിൽ അവരങ്ങനെ എടുത്ത് ഇട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്നിട്ട് അവരവരുടെ ബന്ധുക്കാരെയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് വിളിച്ചത്, ഇങ്ങനെ കൊണ്ടേ വാതിൽ തുറന്ന് കിടത്തിയിട്ട്. അപ്പോൾ ഒറ്റ മനുഷ്യർ ആ ഭാഗത്ത് അറിഞ്ഞിട്ടില്ല. എല്ലാം അയലക്കത്തോട്ട് വന്ന് പറയുക
അങ്ങനെ നമ്മുടെ നാട്ടിൻപുറത്ത് എന്താ അങ്ങേരാ ഒരു വയസ്സായ ഒരാൾ മരിക്കാറാകണേ എന്തെങ്കിലും അസ്വസ്ഥയോ അങ്ങനെയുണ്ട്. അതിന് മുന്നേ തന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന വീട്ടിലെപ്പോഴും ആൾക്കാരൊക്കെ കാണും, എടുക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ സ്വന്തം അയൽക്കാരെല്ലാം വന്നു കഴിഞ്ഞാണ് ബന്ധുക്കാരൊക്കെ വരിക. ഇപ്പം നേരെ തിരിച്ച് എറണാകുളത്തൊക്കെ ബന്ധുക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ അയൽക്കാരറിയാം. തൊട്ടടുത്തൊരു മരണം നടന്നാലും അറിയത്തില്ല. അതിൽ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇവർക്കിതൊരു ഡോസാണ്. നാട്ടുകാർ കയറി കൈകാര്യം ചെയ്തത്. ഇപ്പം ക്ഷമയൊക്കെ പറയുന്നതെന്ന് കേൾക്കാം. നമ്മുടെ കാര്യം പോലും മാറ്റാൻ കിടക്കണുണ്ടല്ലേ? ആ പോലീസ് വണ്ടി കൈ കാണിക്കാവോ? അത് അവിടെ പോലീസ് വണ്ടി കിടക്കുന്നുണ്ട്, ഇത് കൈ കാണിക്കാവോ? ഒരു കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇന്ന് രാവിലെ ഒരു വീട്ടിൽ കയറിയിട്ട്. ആ സ്ത്രീ അതേ സാരിയിൽ അതേ ഡ്രസ്സിൽ ഈ പാലത്തിനടിയിൽ പിടിച്ചു. ഞങ്ങളിപ്പോൾ മെമ്പറും പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വന്ന് അവരെ കൈയോടെ പിടിച്ചു. കൃത്യം കലൂർ മെട്രോ സ്റ്റേഷന്റെ അടിയിൽ കൃത്യം നടുക്കത്തെ പില്ലർ നടുക്ക്. ഇവർ നാളുകളായിട്ട് ഇവിടെ ഉള്ളവരാണ്, നമ്മൾ കണ്ടിട്ടില്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ പോകും. അങ്ങനെയാണ്. ഈ സ്ത്രീ തന്നെയല്ലേ? നോക്കി ഫോട്ടോ നോക്കി, സൈഡിൽ പാടുണ്ട് അവരുടെ. അതേ സാരി, അതേ സെയിം സെറ്റ്. ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് ആദ്യം സംസാരിച്ച ആ കുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ സമ്മതിച്ചു ഈ സ്ത്രീ തന്നെയാണെന്നുള്ള. അല്ലെങ്കിൽ നമുക്ക് കണ്ടത് മനസ്സിലായല്ലോ, CCTVയിൽ എടുത്തിരുന്ന ആ സാരി തന്നെ, അത് തന്നെ ആ സ്ത്രീ തന്നെ, വണ്ണവും പൊക്കവും എല്ലാം. അത് പിന്നെ എന്താണ് മനസ്സിലാക്കാനുള്ളത്. അവസാനം പോലീസ് വന്നു കേട്ടോ. പോലീസിനെ വിളിച്ച് വളരെ ബുദ്ധിമുട്ടി പോലീസ് വന്നു. പോലീസ് വന്ന പടിയുണ്ടല്ലോ, ഈ എന്താണ് TV19 കേരള എന്നുള്ള ആ ചാനലിലെ ക്യാമറാമാനായിട്ട് അടിക്കാനാണ് നോക്കുന്നത്, ക്യാമറ പിടിക്കുന്നതിന്. അപ്പം പുള്ളി പറയുക, അതെന്തിനാണ് അങ്ങനെ അടിക്കാൻ നോക്കുന്നത്? അതെൻ്റെ ക്യാമറാമാനല്ലേ, നിങ്ങളെന്തിനാണ് അടിക്കാൻ നോക്കുന്നത്? പോലീസുകാർ സുഷ്കാന്തി നമ്മൾ കണ്ടില്ലെന്ന് അടിക്കരുത്, അപ്പം തന്നെ ക്യാമറാമാനെ അടിക്കാനാണ് നോക്കിയത്. പിന്നെ അവർ വന്നു. സീൻ അത്ര ഇതല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മെക്കിട്ടേറിയില്ല. ഇവരൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിരിക്കുന്നതാണോ എന്ന് സംശയമുണ്ട്. വലിയ വക്കീലന്മാർ ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വലിയ മുഴുത്ത വക്കീലന്മാരല്ലേ അങ്ങോട്ട് വരുന്ന വാദിക്കാൻ വേണ്ടി. ഗോവിന്ദസ്വാമിയുടെയൊക്കെ കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പോൾ അതുപോലെയാണ് ഇവരെ പിടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് പോലീസുകാരൊന്നും അത്ര നിഷ്കുകളാണ് എന്നൊന്നും വിശ്വസിക്കേണ്ട. പോലീസ് വന്നതിന് ശേഷമുള്ളതൊന്ന് കാണാം. പഞ്ചായത്തിലുണ്ടായിരുന്നു, അവള് വാ തുറന്ന് മിണ്ടിയില്ല. വാ ഇങ്ങനെ പിടിച്ചേക്കണേ അല്ലേ മെമ്പറെ? ഇവിടെ മിണ്ടിയോ? തുറന്ന് ഒരു ലാംഗ്വേജ് അവള് മിണ്ടിയിട്ടില്ല. റേഷൻ കിട്ടുന്ന വേണ്ട, ഇപ്പൊ വായു കൊണ്ട് സംസാരമുണ്ട്. ക്ലീൻ ആയിട്ട് കിടക്കായിരുന്നു. ഞങ്ങളൊന്നും പ്രിവെന്റീവ് മെഷറായിട്ട് സാർ അതിന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ജനറൽ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പോൾ എവിടെ വെച്ചാൽ നിങ്ങളെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻ പ്രകാരം പിന്നെയാണ് നമ്മൾ പ്രിവെന്റീവ് മെഷർ എടുത്ത് കസ്റ്റഡിയിൽ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനൊക്കെ പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെല്ലേണ്ടത് വെച്ചാൽ അവിടുത്തെ കംപ്ലൈൻറ്റിനോട് വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റണം. FIR രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യും കേട്ടോ. അപ്പോൾ അവരെ കസ്റ്റഡിയന്മാർ വന്നിട്ട് നേരിട്ടോട് പോകണം. അതുവരെ ഞങ്ങൾ എന്തായാലും ഇവിടെ സൂക്ഷിച്ചു. 24 മണിക്കൂറിനാവും അവരെ ഞങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള അധികാരമുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞ് അവരെ സ്വന്തം ജാമ്യത്തിലുണ്ട്. 24 മണിക്കൂറുണ്ട്. അതങ്ങനെ ഓർത്തോണം. മനസ്സിലായി. അപ്പോൾ പിന്നെ സ്വന്തം ജാമ്യത്തിൽ വിടും. പിന്നെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ വേറെ 24 മണിക്കൂറേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ. നിയമത്തിൻ്റെ വഴിയേ പോകണം. അതുകൊണ്ട് അത് പറഞ്ഞു. തീരെ അങ്ങോട്ട് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ചാനലുടമയ്ക്ക് ഒരു അവാർഡ് കൊടുക്കണം. എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യമായിട്ട് ഇവരെ കൊണ്ട് പോലീസുകാരെ വിളിച്ച് പിടിക്കുക, അറസ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ്. കാരണം ആ പെണ്ണുമ്പിള്ള വാ തുറന്ന ഒരു ലാംഗ്വേജ് പോലും മതിയില്ല. അവർക്ക് മലയാളം അതും ഇതുമൊക്കെ അറിയാം. അവർ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് കൃഷി ഇറക്കുന്ന എത്ര കുട്ടികളെ അവൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പോലും അറിയില്ല. പോലീസിന് പക്ഷേ പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഈ എന്തോ ഉന്തി മരം കയറ്റുക പണ്ടുള്ള ആൾക്കാർ പറയല്ലേ, അതുപോലെ തോന്നിക്കുന്നു. എല്ലാം നിയമം പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ നോക്കുക. എന്നാൽ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഒരുത്തിയതേ കയ്യോടെ പിടിച്ചിരിക്കുന്നത്. അവളെ കൂടുതൽ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടും അവളിൽ നിന്ന് പല രേഖകൾ. അവർക്ക് അതിനൊന്നും ഒരു താല്പര്യമില്ല. ഈ പുള്ളി പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, എൻ്റെ കൂടെ ഒരു സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചിവിടെ പല്ല് മുഴുവൻ കളഞ്ഞേനെന്ന്. അങ്ങേർക്കത്ര കലിപ്പ് വരുന്നുണ്ട്. ശരിയാണ്, അവരെ ആണുങ്ങൾക്ക് തല്ലാൻ പറ്റിയല്ലോ. ഞാൻ പോകും. ഇപ്പൊ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കല്ല, ഞങ്ങൾ കൊടുക്കും. ആ കൊച്ചിന് ഇവരുടെ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അവരിപ്പോ ഇവിടെ ഉണ്ടാവൂല പാലത്തിനടിയിൽ. കൽക്കട്ട അല്ലേ? അതിന്റെ നെഞ്ചിടിപ്പ് പോയിട്ടാവും. ആ കൊച്ചിന്റെ നെഞ്ചത്തിരുന്നേ അതിന്റെ നെഞ്ചും ഇങ്ങനെ അറിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വലിയൊരു ഷോക്കാണ്. ഇനി എന്ത് തന്നെ വന്നാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. 10-20 വർഷമായി മാധ്യമപ്രവർത്തനം തുടങ്ങിയിട്ട്.
ആരോ ഒരാൾ ജനലിൽ കൂടെ വന്ന് ഈ കുഞ്ഞിനോട് വരാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് അടുപ്പിച്ച് ഈ കുഞ്ഞിൻ്റെ കൈക്ക് പിടിച്ച് അടുത്തേക്ക് അടുപ്പിച്ച് ഇതിനെ വലിച്ചെടുത്ത് ഈ ഡോറിൻ്റെ കുറ്റി എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഡോറിൻ്റെ കുറ്റി എടുക്കാൻ സാധിക്കുന്ന കുഞ്ഞിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. ഇവർക്ക് നല്ല ക്ലിയർ ആയിട്ട് മലയാളം അറിയാം. എന്തെങ്കിലും പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് ഈ ഡോറിൻ്റെ കുറ്റി എടുപ്പിച്ചിരുന്നു എങ്കിൽ ശിവാദ്യ ഇന്ന് നമ്മുടെ ഈ മലയാള നാട്ടിൽ ഉണ്ടാവില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അവൾ കടന്നിട്ടുണ്ടാവും. കൊച്ചിനെ കിട്ടാത്തതുകൊണ്ടാണ് അവൾ പാലത്തിനടി തിരിച്ചു വന്ന് കിടന്നത്. ഏറെ സന്തോഷമുള്ള ദിവസമാണ്. 112 വിളിച്ചോടെ പോലീസ് വളരെ പെട്ടെന്ന് വന്നു. പെട്ടെന്ന് തന്നെ അനന്തര നടപടിയിൽ ഇപ്പം എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എത്തി മെഡിക്കൽ നടപടികളിലേക്ക് കിടന്നു. ഓക്കെ, ഇപ്പോൾ സമയം എത്രയായി? 2:15. വൈകിട്ട് ഒരു 8:30 കൂടിയിട്ട് നേരെ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ശേഷം ഇതാ നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വരെ എത്തി. ആ സ്ത്രീ അകത്തിരുന്ന് കരഞ്ഞ് കാലു പിടിക്കുകയാണ്. കണ്ണ് രണ്ടും ഇങ്ങനെ നിറകുടം പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. ആ വനിതാ പോലീസിനൊക്കെ ഒരു അനുകമ്പ തോന്നും വിധമാണ് ഈ സ്ത്രീയുടെ കരച്ചിൽ. എന്തായാലും എനിക്കൊരല്പം പോലും അനുകമ്പ തോന്നിയില്ല. സാധാരണ സ്ത്രീകൾ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. എനിക്ക് ഭയങ്കര വിഷമം വരും. ഇത് കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു സ്ത്രീകൾ എന്നോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അടിച്ചവിടെ കർണം പൊളിക്കുക എന്നുള്ള ഒറ്റ ഒരു ചിന്ത മാത്രമല്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ആ സ്ത്രീയുടെ കയ്യിൽ ആ കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ ഇവളിപ്പോൾ ഈ പാലത്തിനിടയിൽ ഉണ്ടാകുമായിരുന്നു. മണിക്കൂറുകൾ കൊണ്ട് അവൾ കൽക്കട്ടയ്ക്ക് വല്ലെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ എങ്ങോട്ടെങ്കിലും അവൾ വിട്ടുകളയില്ലേ അവൾ. ഇപ്പോൾ കയ്യോടെ ഇവളെ വിളിച്ച് പോലീസിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കി. പോലീസ് വരുമ്പോൾ പോലീസ് ആദ്യം ചോദിച്ചത് ഇത് ഈ സ്ത്രീ തന്നെയാണോ, ഈ എന്തെങ്കിലും കാരണം വെച്ചാൽ ആ സ്ത്രീ അല്ലെങ്കിലും അതിൽ നമുക്കൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ത്രീയുടെ രൂപസാദൃശ്യമുള്ള ഒരു സ്ത്രീയെ നമ്മൾ കണ്ടാൽ തീർച്ചയായിട്ടും പോലീസിനെ വിളിച്ച് പോലീസിലേപ്പിക്കണം. സ്വാഭാവികമായിട്ട് ഇവളെ വിട്ട് കഴിഞ്ഞാൽ സംഭവിക്കുക, ഇവളെ അടുത്ത ദിവസം വീണ്ടും നേരം എടുത്തു കഴിയുമ്പോൾ ഇവളിങ്ങനെ ഏതെങ്കിലും ഏരിയയിലോട്ട് ഇറങ്ങും. ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഇവർ കൃത്യമായിട്ട് ഇവർക്ക് അറിയാം. ഒന്നാമത് ആ സ്ത്രീ നല്ല ആരോഗ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നല്ല ആരോഗ്യമുള്ള സ്ത്രീയാണ്. എന്തായിരിക്കും സംഭവിക്കാൻ സാധ്യത? പുല്ല് പോലൊരു കുഞ്ഞിനെ കൈ കിട്ടി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ കട്ടിംഗ് പ്ലെയർ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൃത്യമായിട്ട് എടുത്തിട്ട് ആ മുമ്പിലത്തെ പല്ല് കട്ടിംഗ് പ്ലെയർ ഒറ്റ വലിക്കുന്നത് പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബ്ലീഡിങ്ങും കുറച്ചൊക്കെ ആയി മുഖം പൊത്താനുള്ള ഒരു സാധ്യത അവിടെയായി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട്. ഇവരുടെ കയ്യിൽ കത്രികകളുണ്ട്. ഇവർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിൻ്റെ മുടി അങ്ങോട്ട് കട്ട് ചെയ്ത് ഉടുപ്പ് മാറ്റി ഒരു മുഷിഞ്ഞ് ഉടുപ്പിടിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പെറ്റമ്മ പോലും സംശയിച്ചു പോകും. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കുഞ്ഞാണോ എന്ന് ചോദിച്ചാൽ പെറ്റമ്മ ഒന്ന് സംശയിച്ച് നോക്കും, ഇതെൻ്റെ കുഞ്ഞാണോ എന്നുള്ളത്. കാരണം ഇവർ മിനിറ്റുകൾ കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഷേപ്പ് മാറ്റിയിട്ട് ഇവർ അധികം ദൂരം പിന്നെ ഇവർ പിന്നിടുകയുള്ളൂ. എന്തായാലും 10-20 വർഷത്തെ മാധ്യമ പ്രവർത്തനം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. ഏകദേശം ഒരു പുലർച്ചെ 2:30 മണിയോട് അടുക്കും. ഞാനിപ്പോൾ ഡിന്നർ കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, എൻ്റെ ക്യാമറമാനും കഴിച്ചിട്ടില്ല. പക്ഷേ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. കാരണം 20 വർഷത്തിനിടയിൽ ഒരു കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ച ഒരു സ്ത്രീയെ കൃത്യമായിട്ട് അതേ സാരിയിൽ അവരിയ്ക്കുന്ന അവരെ കൃത്യമായിട്ട് പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് എന്താ പറയുക, പറയാൻ വേണ്ടി വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുമെന്ന് പുള്ളി പറയുന്നുണ്ട്. പുള്ളി ഒരുപാട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല. പക്ഷേ അവനവൻ ചെയ്യുന്ന കർമ്മമാണ് ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന് പറയുന്നത് സത്യമാണ്. ഇങ്ങേർക്ക് വല്ല അവാർഡും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ പോലീസുകാർക്ക് ഒരു അവഞ്ഞ പോലെയായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അവരൊക്കെ ഇതിൻ്റെ അകത്തുണ്ടെന്നേ. അവർക്കൊന്നും ഇത് ചെയ്തതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ എടുത്തു കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കറച്ചിൽ കേട്ടപ്പോൾ അവിടെയുള്ള പോലീസുകാർക്ക് സഹതാപം ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അവരാ 24 മണിക്കൂർ കഴിയുമ്പോൾ സ്വന്തം ജാമ്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കിവിടും. നാളെ കല്ലൂർ അവിടെ ഇവർ താമസിക്കുന്ന മെട്രോ പില്ലറിൻ്റെ അടിയിൽ പോയി നാളെ രാത്രി നോക്കുകയാണ് ഈ സ്ത്രീ ഈ സാരി എടുത്ത് തന്നെ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും. കാരണം സാരി മറിച്ചൊന്നും അവർക്കില്ലല്ലോ, വീണ്ടും കാണാം. പക്ഷേ ഇദ്ദേഹം ഇപ്പം ചെയ്തത് ഒരു നല്ല കാര്യം. അതായത് പോലീസിനെ പേടിച്ചില്ലേ, നാട്ടുകാരെ ഇച്ചിരി പേടിക്കണം. ഇവിടെ CCTV ഒക്കെ ഉണ്ട്. മിണ്ടാതെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നാട്ടുകാർ പഴയ പോലെ അല്ല എന്നുള്ളൊരു തോന്നൽ ഉളവാക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അല്ലാതെ പോലീസിനെ അവർക്ക് പേടിയൊന്നുമില്ല. ആ സ്ത്രീയെ പോലീസിൻ്റെ വണ്ടിയിലോട്ട് കയറിപ്പോയൊരു സീൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഒരു കൂളായിട്ട് തറവാട്ടിൽ നിന്ന് വന്ന വണ്ടി എന്നുള്ള രീതിക്ക് കയറിപ്പോവായത്. അവർക്കിതൊന്നും വലിയ കാര്യമൊന്നുമല്ല. തീ കുരുത്ത വെയിലത്ത് പാടുമെന്ന് ചോദിച്ചാൽ അവർ ജീവിച്ചു വന്ന സിറ്റുവേഷൻ വേറെയാണ്. പക്ഷേ നമ്മുടെ പിള്ളേരെ നമ്മൾ എപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഉപദേശിക്കണം. ഇതുപോലുള്ള ജീവികൾ എനിക്കൊക്കെ ഇത്ര പ്രായമായിട്ടും ഈ ഫിഷാടന നടത്തുന്നവരെ ഒരു ഉൾഭയമുണ്ട്. അതെന്താ പകൽ കാണുമ്പോൾ പോലും എനിക്കൊരു പേടിയാണ്. അതെന്താണെന്നറിയോ, തീരെ ഓർമ്മയില്ലാത്ത പ്രായം തൊട്ട് ഈ അമ്മയും അച്ഛനും ഒക്കെ ഇതല്ലേ ഉപദേശിച്ചിരുന്നേ. ധർമ്മക്കാർ വരും, പിടിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ട് നമ്മൾ ചെറുപ്പം തൊട്ട് കേട്ട് ഇപ്പം ഇതുങ്ങളെ കണ്ടാലും നല്ല പേടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്ത തലമുറയ്ക്ക് ഇത് തന്നെ പറഞ്ഞു കൊടുത്ത് പേടിപ്പിക്കും. ശരിക്കും ആ പേടി പിള്ളേർക്ക് വരുത്തുന്നതിന് കുഴപ്പമില്ല. കുറേ കാലം പിള്ളേർ സൂക്ഷിക്കണം. അല്ലാതെ ഈ കളിപ്പാട്ടമൊക്കെ കൊടുത്താൽ ചാടിപ്പുറപ്പെട്ട് അങ്ങോട്ട് പോയാൽ പിന്നെ ഏത് വഴിക്ക് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ പോലെ ആകും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.